ഞാൻ മാങ്ങ അച്ചാറുണ്ടാക്കാൻ പോകട്ടെ. ഈ മാങ്ങ തമിഴ്നാട്ടിലെ മാങ്ങയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ആപ്പിൾ പോലെ ഇരിപ്പുണ്ട്. തൊലിയെല്ലാം ചെത്തി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ട. അല്ലെങ്കിൽ നമ്മുടെ നാടൻ മാങ്ങ ആയിരുന്നെങ്കിൽ തൊലി അങ്ങനെ കളയണമെന്നില്ല, ചീന്തി അരിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് തന്നെ നുറുക്കി. നല്ല കഴമ്പുള്ള മാങ്ങയാണിത്. അധികം പുളിയില്ല കേട്ടോ. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ അച്ചാറിടുള്ളൂ. പുളി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ ടേസ്റ്റില്ല. ഇത് നല്ല പാകത്തിനുള്ള പുളിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ വരണുണ്ട്. ഇപ്പോൾ ഈ പാകണ്ട ഞാൻ അരിയണത് അച്ചാറിന്. കുറച്ചും കൂടി വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് പൊടിക്കണം കേട്ടോ. പൊടിയുപ്പൊന്നും ഞാനിവിടെ ഉപയോഗിക്കാറില്ല. കല്ലുപ്പ് മിക്സിയിലിട്ട് പൊടിക്കുക. ആ സമയത്ത് പൊടിച്ചെടുത്താൽ മതിയല്ല. പൊടിച്ച് അതിനകത്തേക്ക് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ഇതൊന്ന് ഇളക്കി വെക്കാം. ഇത് നല്ല എണ്ണ നല്ല എണ്ണ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അവിടെ ആട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കടുക് ആദ്യം തന്നെ പൊടിച്ചിട്ട് കുറേ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളിക്കൊന്നും അളവൊന്നുമില്ല, ആവശ്യം പോലെയൊക്കെ ഇടാം. ഇത് ശരിക്കും വറക്കാം. പച്ചമുളകും കൂടി ചേർത്ത് ഇത്തിരി കൂടി ഉപ്പും കൂടി ഇട്ടിട്ടാ. അതും കൂടി ഇട്ടിട്ട് ശരിക്ക് മുരിശി ഇടുക. അല്ല ഈ പാകമാവണം. നല്ല കില്ലിങ്ങും അത് വറുത്തിരിഞ്ഞ് കഴിയുമ്പോൾ. ഇനി ഇതിനകത്തേക്ക് മുളക് വറുത്ത് കഴുകി വാരിയിട്ട് ഉണക്കി ഞാൻ വറുത്തിട്ടാണ് ഞാൻ മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ച് വെച്ചേക്കണത്. 1 കിലോ. ഇത് നമുക്ക് ആവശ്യം പോലെ അച്ചാറുണ്ടാക്കാൻ നേരത്തെ എടുക്കാമല്ലോ. മുളക് ഞാൻ ആ സമയത്തൊന്നും വറുത്തെടുക്കില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടുക് വറുത്ത് പൊടിക്കുക. കായം എണ്ണയിൽ വറുത്ത് കല്ലിലിട്ട് അരച്ചെടുത്തിട്ടാണ് ഞാനത്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത്ര സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിന് കളർ ഉണ്ടാവില്ല കേട്ടോ. കളറ് എല്ലാം വറുത്ത് പൊടിച്ചാക്കണ കാരണേ, മുളകെല്ലാം വറുത്താക്കണ കാരണം ഇതിന് കളർ കുറവായിരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന്. എടാ കുറച്ച് വെള്ളമൊക്കെ ആയി, ഉപ്പെല്ലാം അലിഞ്ഞ് വെള്ളമായി. ഇത് വാട്ടരുത്. ചൂടാറിയതിന് ശേഷമാണ് ഈ വെളുത്തുള്ളിയിലേക്ക് ഞാനിതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തത് കേട്ടോ. ഇത് കുറച്ചും കൂടി മുളക് പൊടി പോരാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടാ. ഇപ്പം ഞാൻ കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക്, സ്റ്റീൽ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു വസ്തിയിലേക്ക് എടുത്ത് വെച്ച്. ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമുണ്ട് ഞാൻ കുപ്പിയിലാക്കിയത്. അപ്പം ഈ വെളുത്തുള്ളി എല്ലാവരും, ഈ മൊരിഞ്ഞിരിക്കണ വെളുത്തുള്ളി എല്ലാവരും നല്ല എണ്ണയിലൊക്കെ ഇടുന്നത് നല്ലോണം ഉതിരും. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. ഫ്രിഡ്ജിൽ വെക്കണോണ്ടാ, ചിലപ്പോൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. വേണ്ട, ഈ പാകമായി കിട്ടും പിറ്റേ ദിവസം. ചെറിയ കുപ്പിയിൽ ഇട്ട് വെക്കും. ഫസ്റ്റ് തന്നെ ഞാൻ ചെറിയ കുപ്പിയിലേക്ക് ആക്കും. അത് കഴിഞ്ഞിട്ടൊരു വലിയ കുപ്പിയിലേക്ക് ഇടും. എല്ലാം ചില്ലുപ്പിലാണ്. ആവശ്യത്തിന് തിരുമ്പ് എടുത്താൽ മതിയല്ല. കുപ്പികളിലിട്ട് അടച്ച് വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ.